RSS രാഷ്ട്ര നിർമ്മാണത്തിൽ വലിയ പങ്കുവഹിച്ചു എന്നാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത്. ഏത് രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിലാണ് ഇവർ പങ്കുവഹിച്ചത് എന്ന ചോദ്യമാണ് സ്വാഭാവികമായിട്ട് വരിക. നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തതിൽ എന്താണ് നമ്മുടെ രാഷ്ട്രം? അത് നാനാത്വത്തിൽ ഏകത്വം എന്ന് വെച്ചാൽ അനവധിയായുള്ള ഭാഷകൾ, അനവധിയായുള്ള മതജാതി വിശ്വാസങ്ങൾ, അവരെല്ലാം തുല്യരായിട്ട് ജീവിക്കുന്ന ഒരു രാജ്യത്തെയാണ് ഈ പറയുന്ന 1947 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമ്മൾ ഇതുവരെ 79 കൊല്ലക്കാലം കണ്ടത്. ആ രാഷ്ട്രം എങ്ങനെ ഉണ്ടാക്കപ്പെട്ടതാണ്? ഈ മനുഷ്യർ ചേർന്നുണ്ടാക്കിയതാണ്. പലതരത്തിൽ പലപാട് ഭൂമിശാസ്ത്രപരമായിട്ടും മറ്റു വ്യത്യാസമുള്ള ഒരു രാജ്യമാണ് ഇങ്ങനെ ഈ 79 വർഷക്കാലത്തേക്ക് വന്ന്. ആ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിൽ എന്ത് പങ്കുവഹിച്ചു എന്നാണ് RSS പറയുന്നത്? അവർക്ക് അവകാശവാദം ഉണ്ടാവുകയില്ല. കാരണം എല്ലാവരും ഒരുപോലെ നിൽക്കുന്ന ഒരു രാഷ്ട്രമല്ല RSSൻ്റെ രാഷ്ട്രം. RSS വിചാരിക്കുന്നതാണ് ഹിന്ദു മതത്തോട് ചേർന്നിരിക്കുന്ന ഈ ദേശീയതയാണ്. ഹിന്ദു മതത്തിലുള്ള ആളുകൾക്ക് മാത്രം സുപ്രീമസി കിട്ടുന്ന ഒരു രാജ്യമാണ് വേണ്ടത്. ഒരു മതരാഷ്ട്രമാണ് യഥാർത്ഥത്തിൽ RSS ആഗ്രഹിക്കുന്നത്. അവർ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രം ഇതല്ല. നമ്മൾ ഈ സംസാരിക്കുന്ന ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് സംസാരിക്കുന്ന ഈ രാഷ്ട്രമല്ല RSS ആഗ്രഹിക്കുന്നത്. RSSനെ പ്രീണിപ്പിക്കാൻ വേണ്ടിയോ മറ്റോ നരേന്ദ്രമോദി ഇന്നവിടെ പറഞ്ഞു എന്നല്ലാതെ ഈ രാഷ്ട്ര നിർമ്മാണം ആഗ്രഹിക്കുന്നതല്ല RSS. RSSകാരോട് ചോദിച്ചു നോക്കൂ, ശരിയായുള്ള RSSകാരോട് ചോദിച്ചു നോക്കൂ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രാജ്യമാണോ ഈ കാണുന്നതെന്ന്? അല്ല. അവർ പ്രധാനമന്ത്രിയോട് പറയും, അല്ല, ഞങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിച്ച രാജ്യം ഇതല്ല. നിങ്ങൾ ഈ നിർമ്മിച്ചിരിക്കുന്ന രാജ്യം എന്താണ്? ജവഹർലാൽ നെഹ്റുവും ഗാന്ധി നിർമ്മിച്ചിരിക്കുന്ന രാജ്യം എന്താണ്? അത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ബുദ്ധരും ജൈനരും എല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ്. എല്ലാവർക്കും ഒരേ പദവിയുള്ള ഒരു രാജ്യമാണ്. അതല്ല ഞങ്ങളുടെ രാജ്യം. ഞങ്ങളുടെ രാജ്യം ഇവിടുത്തെ ഇസ്ലാമിനേക്കാൾ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ അവകാശം ഹിന്ദുക്കൾക്കുള്ള രാഷ്ട്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ രാഷ്ട്രത്തിൻ്റെ നിർമ്മാണത്തിൽ ഞങ്ങൾക്ക് പങ്കാളിത്തമില്ല, ഞങ്ങൾക്കത് വേണ്ട എന്നാണ് RSS പറയുക. അതുകൊണ്ട് ആ രാഷ്ട്ര നിർമ്മാണത്തിൽ കള്ളം അല്ലെങ്കിൽ ശരിയല്ലാത്ത കാര്യം അവിടെ പറഞ്ഞില്ലേ എന്ന് അവർ ചോദിക്കും. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം?